മൊബൈൽ നമ്പറും എപ്പിക് നമ്പറും ജനന തീയതി പേര് എന്നിവയാണ് അതിന് നൽകേണ്ടത്. സഫ്വാൻ VP തുടരുന്നുണ്ട്. സഫ്വാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മാസം നീണ്ട സമയം, അതിനിടെ പല ഘട്ടങ്ങൾ, പല കടമ്പകൾ, എന്യൂമറേഷൻ ഫോം നൽകുന്നതടക്കമുള്ള എന്യൂമറേഷൻ ഫോം നൽകുന്ന ഘട്ടത്തിലുണ്ടായ വിവിധ പ്രയാസങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഹിയറിംഗിലേക്ക് വന്നപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രവാസികൾക്കടക്കം നേരിടേണ്ടി വന്നു. എല്ലാറ്റിനുമടക്കം ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഇത്ര പേർ പുറത്തായി എന്നൊരു കണക്കും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ആളുകൾ എങ്ങനെ പുറത്തായി, എങ്ങനെ അവരെ റിമൂവ് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ വിവരം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നുണ്ടോ സഫ്വാൻ? സൈഫുദ്ദീൻ, ഈ ഘട്ടം 9 ലക്ഷം പേർ പുറത്തായി എന്നുള്ള പട്ടിക കണക്ക് നമ്മൾ എടുക്കുന്നത് ആദ്യം കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ 25 ലക്ഷം പേരാണ് ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരുന്നത്. ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഈ വോട്ടർമാർക്ക് പേര് ചേർക്കാനും പരാതികൾ ഉന്നയിക്കാനുള്ള ഒരു സമയം ഒരു 30 ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ഇതിനൊക്കെ ഉള്ളൊരു ശേഷമുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് നമുക്കറിയാം ഹിയറിംഗ് ഈ ഫെബ്രുവരി 14 വരെ നടക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള രീതിയിലാണ് ഈ കണക്കിനെ താരതമ്യം ചെയ്യുന്നത്. നേരത്തെ 24 ലക്ഷം പേർ പുറത്താകുന്നു. ഈ ഹിയറിംഗിന് ശേഷം 53,000-ഓളം പേർ പുറത്താകുന്നു. ഈ കണക്ക് താരതമ്യം ചെയ്യുന്നത്, നമ്മൾ ഈ കണക്ക് താരതമ്യം ചെയ്യുന്നത് SIR നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് ഈ 2025 ഒക്ടോബറിലെ ഒരു പട്ടികയുമായി ബന്ധപ്പെട്ടാണ്. അന്നത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നത് 2.78 കോടി വോട്ടർമാരായിരുന്നു. അങ്ങനെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ 2.69 കോടി വോട്ടർമാരുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ 9 ലക്ഷം പേർ പുറത്തുപോയി എന്നുള്ളൊരു കണക്ക് പുറത്തു വരുന്നത്. കമ്മീഷൻ ഏതായാലും ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ഇവരെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒന്നാമത് മരണപ്പെട്ടവരായിട്ടാണ് ഇവർ പുറത്തുപോയത്, ഒന്ന് വിദേശ പൗരത്വം സ്വീകരിച്ചവരായിട്ടാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയുന്നത്, മറ്റേത് ഈ കാലയളവിൽ താമസം മാറിയവരായിട്ടും ഈ കാറ്റഗറിയെ കമ്മീഷൻ പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ യോഗ്യതയില്ല എന്ന് തെളിയിച്ച ആളുകളെയും കമ്മീഷൻ എന്തായാലും ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. നേരത്തെ തന്നെ കമ്മീഷൻ പറഞ്ഞിരുന്നത് ഹിയറിംഗ് നടപടിക്രമങ്ങളിലൂടെ 53,000 പേരാണ് ഏതായാലും പുറത്തായത്. അങ്ങനെ പുറത്തായവരെ വ്യക്തിപരമായി തന്നെ BLO മുഖാന്തരം പുറത്തായ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ഇനി അപ്പീൽ കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. നേരെ 30 ദിവസമായി ജില്ലാ കളക്ടർക്കും അതിനുശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും അപ്പീൽ നൽകി ഇവരുടെ യോഗ്യത തെളിയിക്കാൻ ഇനിയൊരു 2 അവസരം കൂടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. സൈഫു, യെസ്, അതും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇപ്പോൾ നിങ്ങൾ തിരയുന്ന മുറയ്ക്ക് അതിനകത്ത് പേരില്ല എങ്കിൽ ഇനിയും ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സമയമുണ്ട്. എന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഫോം ഉണ്ട്. ആ ഫോം വെച്ച് ഇനിയും 2 തവണ കൂടി അതിനകത്ത് എൻ്റർ ചെയ്യാനുള്ള അവസരം കൂടി ഇലക്ഷൻ കമ്മീഷൻ നൽകുകയാണ്. എന്തായാലും SIR അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 2.69 കോടി വോട്ടർമാർ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 9 ലക്ഷം പേർ പുറത്തായിട്ടുണ്ട്. ഹിയറിംഗിൽ എങ്ങനെയൊക്കെയാണ് ആളുകളെ ഒഴിവാക്കിയത് എന്നതാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ അവനവൻ്റെ പേരുണ്ടോ എന്ന് തിരയാൻ ഇപ്പോൾ മുതൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. electoralsearch.eci.com എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് അതിനുവേണ്ടി വോട്ടർമാർ ശ്രമിക്കേണ്ടത്.